സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ഇനിയുള്ള 52 ദിവസം വിശ്രമകാലം. തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഇത്തവണയും നടപടിയായില്ല. കൂടുതൽ ദിവസം കടലിൽ ചെലവഴിക്കുന്ന ബോട്ടുകളെല്ലാം ഇതിനോടകം തീരമണഞ്ഞു. മത്സ്യമേഖലയിൽ നിന്ന് സർക്കാരിന് കോടികളുടെ വരുമാനമുണ്ടായിട്ടും ട്രോളിംഗ് നിരോധന കാലയളവിലെങ്കിലും മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുടമകളെയും സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നൽകുന്ന സൗജന്യ റേഷൻ മാത്രമാണ് ആകെയുള്ള ആനുകൂല്യം. പ്രതികൂല കാലാവസ്ഥ, ഇന്ധനവില വർധന, ബോട്ട് ലൈസൻസ് ഫീസിലെ വർധന തുടങ്ങിയ കാരണങ്ങളാൽ ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. ഡീസൽ വിലയിലുണ്ടായ വർധന മൂലം 1 ലക്ഷത്തോളം രൂപയുടെ അധിക ചെലവാണ് ഒരു ബോട്ടിന് പ്രതിമാസം ഉണ്ടാകുന്നത്. ഡീസലിന് സബ്സിഡി ലഭ്യമാക്കണമെന്ന ആവശ്യവും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. വാർഷിക ലൈസൻസ് ഫീസ് 24,000 രൂപയാക്കി ഉയർത്തിയതും തിരിച്ചടിയായി. മത്സ്യബന്ധന ബോട്ടുകൾക്ക് സർക്കാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നതും ബോട്ടുടമകളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്.